Hey guys, it's me Disha and welcome to my channel A Stories. നമ്മുടെ ഇന്നത്തെ പരിപാടി എക്സ്പ്ലോറിങ് ഔട്ട്ഡോർ ഓഫ് മൈ ഹൗസസ്. അപ്പം ഇന്ന് എൻ്റെ വീടുകളുടെ പുറമൊക്കെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ്. ഇതാ അവിടെയാണ് പഴയ വീട്, ഞാൻ നിൽക്കുന്ന ഈ ഒരു പോർഷൻ തന്നെയാണ് പുതിയ വീട് കേട്ടോ. അപ്പം നമുക്ക് ആദ്യം പുതിയ വീട്ടിലത്തെ കാണാം. പിന്നെ പൂവൊക്കെ ഭയങ്കര രസമാണ്, ഞാൻ കാണിച്ചു തരേ. ഉണ്ടോ ഈ ഒരു പൂവ് എന്ത് ഭംഗി അറിയോ കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടി. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ മെയിൻ ഡോർ, വീട്ടിനുള്ളിലേക്ക് കയറാനുള്ള ഒരു ഡോറാണിത്. എന്താ അവിടെയാണ് നമുക്ക് സ്വർണ്ണമുറി. നമുക്ക് ഇവിടെ നിന്ന് നോക്കി തന്നെ സ്വർണ്ണമുറിയത്തെ കൃഷ്ണനെ കാണാമെന്നല്ല, ആ ഒരു ഭാഗം കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ ഒരു ചെടിയൊക്കെ വെക്കുന്ന ഒരു സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഈ ഒരു ചെടി ഒരു വെറൈറ്റി ചെടിയാണ് കേട്ടോ. ഇതിൽ പൂക്കളൊന്നും ഉണ്ടാവില്ല, അങ്ങനെ തണ്ടുപോലെ അങ്ങനെ കയറിപ്പോകുന്ന ചെടിയാണ് ഇത്. ഏത് വരെ പൂവെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ചെടി ഉണ്ട് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് സ്വർണ്ണമുറിയിലൊക്കെ പൂക്കളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഈ ചെടി, ഈ പൂവ് ഞാൻ എടുക്കാറുണ്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂവാണ്. നമുക്ക് നേരെ നിന്നോളൂ. ഈ ചെടി ആമ്പലുകളുണ്ട് കേട്ടോ. ഇതൊരു വയലറ്റ് ആമ്പലാണ്, നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇത് ആദ്യത്തെ ആമ്പലാണ്, ഞങ്ങൾ മേടിച്ചെടുത്ത ആദ്യത്തെ ആമ്പലാണ്. ഈ ഒരു ആമ്പൽ ലൈറ്റ് കളറാണ് കേട്ടോ. അപ്പം മഴ പെയ്യുന്നുണ്ട്, അപ്പം അതിൻ്റെ ഒരു ലൈറ്റ് കളറാണ് ഈ ഒരു ആമ്പൽ. പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല എന്ന്. ഇതുപോലെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയുണ്ട് ആമ്പൽ. അതൊരു പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത്, പിങ്ക് മജന്ത അങ്ങനെ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. അതുപോലെ ഇവിടെ ഒരു താമര ഉണ്ട്, ഇത് നമ്മൾ റെഡിയാക്കിയിട്ടില്ല. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് സെയിം സാധനമാണ്, അത് ഈ ഒരു ടബിൽ വെച്ചിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ പിന്നെയുള്ള ഗന്ധരാജം പറഞ്ഞിട്ടുള്ള ഈ ഒരു പൂവാണ് കേട്ടോ. പണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ടെന്ന് ആൾക്കാർ പറയാറുണ്ട്, പക്ഷെ ഇപ്പം സ്മെല്ലൊന്നും ഇല്ല എന്നാണ് എനിക്കറിയുന്നത്. പിന്നെ ഇത് നമ്മുടെ സാധാ എല്ലാവരുടെ വീട്ടിലുള്ള റോസാണ് കേട്ടോ. പിന്നെ ഇവിടെയുണ്ട് കുറച്ച് ചെടികൾ. ഇവിടുന്ന് അങ്ങോട്ട് കയറി കഴിഞ്ഞാലാണ് ചെറിയ ഗേറ്റ് കേട്ടോ. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാ നമ്മുടെ വീടിനെ ഫുള്ള് ഇങ്ങനെ കാണാം, മയിലിനെയും കാണാം, എല്ലാത്തിനെയും കാണാം. ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ ഈ ഒരു വീട്ടിൽ കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു വഴി, അവിടെ ഒരു വഴിയുണ്ട്, അതിൽ കൂടെയാണ് നമ്മൾ പഴയ വീട്ടിലോട്ട് പോവുക. നമുക്കിനി പഴയ വീട്ടിൽ ഈ ഒരു മഴ കഴിഞ്ഞിട്ട് നമുക്ക് പഴയ വീട്ടിൽ പോയി കാണാം കേട്ടോ. ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ പാടം കാണാൻ പറ്റും കേട്ടോ. നല്ല മഴയുള്ള സമയത്ത് ഇതിൽ വെള്ളക്കെട്ടൊക്കെ ആയിരിക്കും കേട്ടോ. ഇവിടെ ഉണ്ടോ, നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. അവിടെ കൊച്ചിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ പാമ്പുംകാവ്, ഇതാണ് നാഗരാജാവാണിത് എന്നാണ് പറയാറ്. അടുത്തുള്ള അമ്പലത്തിൽ നിന്ന് ഇമ്രാന്തിരി ഒരു വർഷത്തിൽ ഒരിക്കൽ ശിവരാത്രിക്ക് ഒരാഴ്ച മുമ്പ് ഫെബ്രുവരിയിലോ മാർച്ചിലോ കുംഭമാസത്ത് ഇവിടെ വന്ന് പൂജ ചെയ്യാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ പാമ്പുംകാവ്. ഓക്കെ, നമുക്ക് അടുത്തത് കുളത്തിൽ. പാമ്പുംകാവ് കഴിഞ്ഞ് അടുത്ത കുളമാണ് കേട്ടോ. ഇതാണ് ലാസ്റ്റ്. അതിന് വാതിലുണ്ട്, അതിന് നമുക്ക് ഇങ്ങനെ ഇറങ്ങിപ്പോയാലും നമ്മുടെ കുളം എത്തും കേട്ടോ. ഇപ്പം പാമ്പുംകാവ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ വെള്ളം നന്നായിട്ട് കയറിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഈ കുളത്തിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഒരു T ഷേപ്പാണ് കേട്ടോ. അങ്ങനെ പോയി അങ്ങനെ ഒരു ഷേപ്പാണ് ഈ കുളത്തിൻ്റെ. ഒരു തേങ്ങയൊക്കെ അവിടെ വീണടക്കുന്നുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ കുളം, അത് കിണറാണ്, ഇത് കുളം. ഇതിൽ മീനുകളൊക്കെ ഉണ്ട്, പക്ഷെ ഇപ്പം കാണുന്നില്ല. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.